പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്ക് തന്നെയാണ്. എന്നവസാനിക്കുമെന്ന് ഉറപ്പില്ലാതെ സംഘർഷം ഇതാ രൂക്ഷമാവുകയാണ്. അതിന്റെ പ്രത്യാഘാതം നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതുവരെ യുദ്ധമേഖലകളിലുള്ളവരാണ് അതിന്റെ കെടുതികൾ നേരിട്ടതെങ്കിൽ ഇനി അങ്ങോട്ട് സാഹചര്യങ്ങൾ അത്ര ഈസി ആയിരിക്കില്ല. സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടക്കുന്നു. അതുവഴിയപ്പോൾ എണ്ണ ഇറക്കുമതി പ്രതിസന്ധിയിലാവുകയാണ്. ക്രൂഡ് ഓയിൽ, LNG നീക്കമൊക്കെ തടസ്സപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും അധികം LPG ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അതിൽ 2ാം സ്ഥാനത്ത് ഇന്ത്യയാണുള്ളത്. വെറും 1 മാസത്തേക്കുള്ള LPG മാത്രമേ ഇന്ത്യയിൽ സ്റ്റോക്കുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ ഇതിനോടകം പാചകവാതക ക്ഷാമം രാജ്യത്ത് നേരിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് നോക്കിയാൽ മുംബൈ, ബംഗളൂരു പോലെയുള്ള മെട്രോ സിറ്റികളിൽ സിലിണ്ടറുകൾ ഇപ്പോൾ കിട്ടാനില്ല എന്നാണ് വിവരങ്ങൾ വരുന്നത്. ഇനി കേരളത്തിലേക്ക് വന്നാൽ സമാനമാണ് സ്ഥിതി. കൊച്ചിയിൽ ഉൾപ്പെടെ സിലിണ്ടറുകളുടെ ലഭ്യത കുറവുണ്ട്. ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്ന് കിട്ടുമെന്ന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥ. അപ്പോൾ ഇന്ധനക്ഷാമം രൂക്ഷമാകുന്നു. ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വില കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ അടച്ചുപൂട്ടേണ്ടി വരും എന്നൊക്കെയാണ് ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. നമുക്ക് അവരുടെ പ്രതികരണം ആദ്യം കേൾക്കാം. ഈ വ്യവസായം അടച്ചുപൂട്ടേണ്ട വക്കിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാസ് ഇല്ലാതെ യാതൊരു കാരണവശാലും ഒരു ഹോട്ടലും ഇന്നത്തെ സാഹചര്യത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഗ്യാസിൻ്റെ ലഭ്യതയാണെങ്കിൽ ഏതാണ്ട് എന്താ പറയേണ്ട ഒരു 10% എത്തിയിരിക്കുകയാണ് ഇപ്പം നിലവിൽ. കേന്ദ്ര പെട്രോളിയം മന്ത്രിക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. കാര്യം ഇവിടുത്തെ ഹോട്ടൽ മേഖല സ്തംഭനാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല കേട്ടോ. ഇനിയും യുദ്ധം നീണ്ടാൽ എന്താകും രാജ്യത്തെ ജനങ്ങളെ കാത്തിരിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത്. അജിംസ്, നോക്കൂ, ഇന്ധനക്ഷാമം രൂക്ഷമാണ്. പെട്രോളിന്റെ വിലയൊക്കെ ഉടനങ്ങ് കൂട്ടില്ല എന്നൊക്കെ കേന്ദ്രം പറയുന്നുണ്ട്. പക്ഷേ അതും ഉടൻ സംഭവിച്ചേക്കാം. ഇങ്ങനെ പോയാൽ എന്താകും നമ്മുടെ രാജ്യം ഉൾപ്പെടെ നേരിടാൻ പോകുന്നത്? നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ എണ്ണ റിസർവ് എത്ര നാളത്തേക്ക് ഉണ്ട് എന്നുള്ളതാണ്. 1 മാസത്തേക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നത് 1 മാസത്തേക്ക് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന അത്ര ക്രൂഡ് ഓയിലിന്റെ റിസർവ് നമ്മുടെ കയ്യിലില്ല ജിമ്മി. മറ്റൊരു പ്രശ്നം LPG ആണ്. LPGയും അങ്ങനെ നമുക്ക് വലിയ റിസർവ് ഇല്ല. ഇപ്പോൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കൊരു 3-4 മാസമൊക്കെ ഒരു തള്ളി നിൽക്കാവുന്ന റിസർവ് അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ റിസർവ് എന്ന് പറഞ്ഞാൽ 2-3 സ്ഥലത്താണ് വലിയ ടാങ്കറുകളിൽ മണ്ണിനടിയിൽ കുഴിച്ചിട്ടുള്ളത്. അതിനിപ്പോൾ ഒറീസയിൽ മറ്റൊന്ന് പുതുതായിട്ട് ഉണ്ടാകാൻ പോകുമെന്ന് പറയുന്നു. ഇപ്പോൾ ഈ റിസർവ് ഇല്ലായ്മ ഒരു പ്രശ്നമാണ്. മറ്റൊന്ന്, നമ്മളുടെ നിലവിലെ ജനുവരിക്ക് ശേഷമുള്ള നമ്മുടെ എണ്ണ വാങ്ങലിലെ ഡൈവേഴ്സിഫിക്കേഷൻ ഒരു പ്രശ്നമാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് ട്രംപ് തിട്ടൂർ ഇറക്കിയതിന് ശേഷം നമ്മൾ സൗദിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം സൗദിയാണ്. സൗദി, റഷ്യ, ഇറാഖ്, ഈ 3 രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായ എണ്ണ ഇറക്കുമതി. അപ്പോൾ ഇനി റഷ്യയിൽ നിന്ന് 30 ദിവസത്തേക്ക് കടലിൽ കിടക്കുന്ന എണ്ണ വാങ്ങാനുള്ള അനുമതി ട്രംപ് തമ്പുരാൻ നൽകിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പ്രശ്നം നിൽക്കുകയാണ്. ഈ യുദ്ധം ഇനി എത്ര നാൾ നിൽക്കുമെന്ന് നമുക്കറിയില്ല. ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ഏറ്റവും കൂടുതൽ, കാരണം നമ്മുടെ 52% എണ്ണ ഇറക്കുമതി എന്ന് പറയുന്നത് GCC രാജ്യങ്ങളിൽ നിന്ന്, ഇറാഖും അതുപോലെ സൗദി അറേബ്യ ഉൾപ്പെടെ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഹോർമൂസ് കടലിലേക്ക് അടച്ചാൽ നമ്മുടെ 52% എണ്ണ ഇറക്കുമതി അവിടെ തടയപ്പെടുകയാണ്. അതിൽ പിന്നെ എന്താണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, മുനമ്പൂഴിയൊക്കെ കൊണ്ടുവരേണ്ടി വരും, ചുറ്റി വരേണ്ടി വരും. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചൊരു റിയൽ ഇഷ്യൂ ആണ്. ഈ ഇഷ്യൂ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന രാജ്യം ഇന്ത്യയാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നതാണ് അത് അത്ര പ്രശ്നമൊന്നുമില്ല, യുദ്ധം നീണ്ടാൽ നമ്മുടെ കയ്യിൽ റിസർവ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ബൈറ്റിൽ പറഞ്ഞ ആൾ പറയുന്ന പോലെ 10% ഈ കമേഴ്ഷ്യൽ ഗ്യാസിൻ്റെ സപ്ലൈ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ പ്രശ്നമാണല്ലോ. ഇപ്പോൾ ഡൊമസ്റ്റിക് അത്ര പ്രശ്നം ഏറ്റിട്ടുണ്ടാവില്ല. അപ്പോൾ കമേഴ്ഷ്യൽ ഗ്യാസിന് ഇത്ര പ്രശ്നം വരികയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയോ കുഴപ്പമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഒരു പാനിക് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം. പക്ഷേ സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ്. ഞാനിപ്പോൾ ആർട്ടിക്കിൾ വായിക്കായിരുന്നു. ബോംബെയിൽ 4 ദിവസത്തിനുള്ളിൽ എൻറ്റയർ ഹോട്ടലുകളുടെ കയ്യിലുള്ള കൊമേഴ്ഷ്യൽ ഇതിൻ്റെ സ്റ്റോക്ക് തീരാൻ പോകും. അങ്ങനെയാണെങ്കിൽ ഇതവിടെ പോയി അവസാനിക്കണം. വളരെ സീരിയസ് ആയിട്ടുള്ള ഹോട്ടലുകാരനെ മാത്രം ഇതിപ്പോൾ ഗാർഹിക സിലിണ്ടറുകളെയും ബാധിക്കും. ഞാൻ ഇപ്പോൾ ഒരാഴ്ച ഗ്യാസ് ബുക്ക് ചെയ്തിട്ട്, സാധാരണ ഇതിൽ 3-4 ദിവസത്തിനുള്ളിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ 7 ദിവസമായിട്ട് എനിക്ക് വീട്ടിൽ ഗ്യാസ് വന്നിട്ടില്ല. അത് എന്ന് കിട്ടും എന്ന് നമുക്കറിയില്ല. ഞാനും ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല, എപ്പോൾ വരുമെന്ന് പോലും അറിയില്ല. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ആരാണ് പ്ലാൻ ചെയ്തത്? നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, ഈ പെട്രോളിയം പ്ലാനിങ്ങിന് വേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ട് കേന്ദ്ര സർക്കാരിന്. ഈ വെബ്സൈറ്റ് നോക്കുമ്പോൾ അതിൽ കാണുന്ന 3 മുഖങ്ങൾ നമ്മളെ കൂടുതൽ ആശങ്കാകുലരാകുന്നു. മുകളിൽ പ്രധാനമന്ത്രിയുടെ മുഖം, അദ്ദേഹം റഷ്യൻ എണ്ണ വാങ്ങണോ എന്ന കാര്യത്തിൽ പോലും അദ്ദേഹം തീരുമാനമെടുക്കാൻ കഴിയില്ല. തൊട്ട് താഴെ ഹർദീപ് സിംഗ് പുരിയുടെ മുഖം, എപ്സ്റ്റീൻ ഫയലിൽ പേരുള്ള ആളാണ്. 3ാമത്തെ മുഖം സുരേഷ് ഗോപിയുടേതാണ്. അപ്പോൾ ഗ്യാസ് കിട്ടുമോ ഇല്ലെന്ന് അറിയാൻ വെബ്സൈറ്റിൽ പോയി നോക്കി കാണുന്ന 3 മുഖങ്ങൾ ഇതാണ്. ആളുകളുടെ ആശങ്ക വർദ്ധിക്കുകയുള്ളൂ. ഗ്യാസ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എണ്ണ കിട്ടുന്നില്ല എന്നതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. അതിന്റെ ഭാരം അടിച്ച് നിങ്ങളുടെ പോക്കറ്റിലേക്ക് തരും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. അല്ല, പ്രശ്നം എന്താണെന്നറിയോ, ഇനിയിപ്പോൾ നിങ്ങൾ പൈസയും കൊണ്ട് പോയാൽ ഈ സാധനം കിട്ടാനില്ല, ഇത് കടലിൽ കിടക്കാനുള്ള ഇത് വരണ്ടേ. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, മൈ ഫ്രണ്ടിനോട് പറയുക, എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുക. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഇന്ത്യക്ക് ഇവിടെ ഇപ്പോൾ ഒരു 10 ദിവസം കൂടി ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതിൽ കേന്ദ്രത്തിന് എന്തൊക്കെ ഇടപെടൽ നടത്തിയാൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും? അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഇത് പണം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഇത് കിട്ടാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ
അടിയന്തരമായി മൈ ഫ്രണ്ട് ഇടപെടണം, ഈ യുദ്ധം അവസാനിപ്പിക്കണം. അപ്പോൾ ട്രംപിന് എൻ്റെ ചൂടടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ട്രംപ് ഇന്ന് പറഞ്ഞത് യുദ്ധം തീർന്നു കഴിഞ്ഞു എന്നാണ്. ഞങ്ങളെല്ലാം വീട്ടിൽ പോകാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തന്നെ ക്രൂഡ് ഓയിൽ വില $100 114 താന്നിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷേ ഈ സാധനം വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ ബാരലിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി അമേരിക്ക യുദ്ധം നിർത്തുക. അപ്പോൾ ഏറ്റവും അടുത്ത് അമേരിക്കയുമായി സ്വന്തമായി തോളത്തിലായിട്ടിരിക്കുന്ന ഫ്രണ്ടുകൾ തമ്മിലൊരു തീരുമാനമെടുക്കുക, യുദ്ധം അവസാനിപ്പിക്കുക. ഇത് ഇന്ത്യയുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇത്രയും കാലം അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായ സഹകരണങ്ങളും പിന്തുണയും ഫ്രണ്ടായും സഖ്യകക്ഷിയായും പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ മോദി. അപ്പോൾ ഇന്ത്യ ഇടപെട്ട് യുദ്ധം നിർത്തുക. ഇത് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ അമേരിക്കയോട് പോയിട്ട് യുദ്ധം നിർത്തണം എന്നൊക്കെ പറയാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ? അമേരിക്ക പറയുന്ന താരിഫ് ആയിക്കോട്ടെ, അമേരിക്ക പറയുന്ന എണ്ണ ഇവിടുന്ന് വാങ്ങിക്കൂ അവിടുന്ന് വാങ്ങിച്ചു എന്ന് പറയുന്ന ഒരു വിധേയ സ്വഭാവത്തിൽ നിൽക്കുന്ന നമുക്ക് പോയിട്ട് സാർ യുദ്ധം നിർത്തിയാൽ നന്നായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? 5 സംസ്ഥാനങ്ങളിലെ ഇലക്ഷനുകളിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണം യുക്രൈൻ റഷ്യ വാർ നിർത്തിയ മോദിജിയാണ് അമ്മയെന്ന് പറഞ്ഞു. ഇത് നിർത്താന്ന് വേണമെങ്കിൽ എവിടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ലോകത്ത് ഉണ്ടാകുന്ന ക്രൈസിസിന്റെ ഭാരം സർക്കാർ ഇടപെട്ട് സർക്കാർ വഹിച്ച് നമ്മളെ സേഫ് ആക്കുമെന്ന് വിചാരിക്കേണ്ട വേണ്ട ദിവ്യ. നോക്കൂ, $80 ബാരലിനുള്ളപ്പോൾ ഇവിടെ 92 രൂപയ്ക്ക് പെർ ലിറ്റർ പെട്രോൾ വിൽക്കാം, എല്ലാ ടാക്സും അടക്കം എന്നാണ്. പക്ഷെ നമ്മൾ 105 വിൽക്കൂ. കാരണം ലോകത്ത് $40 വരെ ഇതിന്റെ വില താന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇതിന്റെ 5 പൈസയുടെ ഗുണം ജനത്തിന് കിട്ടരുത് എന്ന നിർബന്ധ ബുദ്ധിയിൽ ഭരിക്കുന്ന സർക്കാരാണ്. സർക്കാരിന് അങ്ങനെ ഇന്റർനാഷണൽ മാർക്കറ്റിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിന്റെ എല്ലാം ഗുണമോ അല്ലെങ്കിൽ അതിന്റെ നേട്ടമോ ജനത്തിന് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കിട്ടാനില്ലെങ്കിൽ അദ്ദേഹം വളരെ കൂളായിട്ട് വന്നിട്ട് കിട്ടാനില്ല എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം പറയും വേണമെങ്കിൽ വല്ല ആഭ്യന്തര ശത്രുക്കളെ ചൂണ്ടിക്കാണിക്കൂ, അങ്ങനെ നമ്പറൊക്കെ അദ്ദേഹത്തിന് ഉണ്ടല്ലോ. അതല്ലാതെ ഇത് പരിഹരിക്കാൻ ഗവൺമെന്റുകളിൽ എന്തെങ്കിലും മാർഗമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതൊരു ഒരു കാര്യം പ്രധാനമായിട്ടും കാണണം. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ഇസ്രായേലും അമേരിക്കയും കൂടി ആക്രമിക്കുകയാണ്. അവന്മാരെ ആക്രമിച്ച് ഇറാനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കട്ടെ, നല്ല രസമുണ്ട് കാണാൻ എന്ന് പറഞ്ഞ് ഇവിടെ കുറെ ആൾക്കാർ ചാടിയിരുന്നു. അങ്ങനെ ഇറാനെ മാത്രം തീർക്കുന്ന, ഇറാന്റെ മാത്രം ഒരു സഫർ ചെയ്യുന്ന പരിപാടിയല്ല ഇത്. ഈ യുദ്ധം അന്ന് നമ്മൾ ഇറാൻ യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉയർന്നു വന്ന ഘട്ടത്തിൽ ഇന്ന് സംസാരിക്കുമ്പോൾ എല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ യുദ്ധം സമാനതകളില്ലാത്ത യുദ്ധമായിരിക്കും. ഈ യുദ്ധം എല്ലാവരുടെയും യുദ്ധമായിരിക്കും. ഇതിപ്പം ദിവ്യയുടെ വരെ യുദ്ധമായിട്ട് ഇത് മാറി. കാരണം ദിവ്യ ഗ്യാസ് ഓർഡർ ചെയ്തിട്ട് ഒരു ആഴ്ചയായിട്ട് കിട്ടിയിട്ടില്ല. എല്ലാവരെയും ബാധിക്കും. ലോകത്തങ്ങനെ 2-3 കക്ഷികൾ മാത്രം സ്റ്റേക്ക് ഹോൾഡേഴ്സായി ബാക്കി എല്ലാവർക്കും രസത്തിൽ കണ്ടു നിൽക്കാം. ഫേസ്ബുക്കിൽ ഇടാൻ കഴിയുന്ന യുദ്ധമല്ല എന്നും മനസ്സിലാവുകയാണ്. സമാധാനം ഉണ്ടായാൽ എല്ലാവർക്കും കൊള്ളാം. നിഷാദ്, എന്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ ട്രംപ് പറഞ്ഞത്രേ 1 മാസം വേണമെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു എന്ന് ഇന്ത്യക്ക് സമ്മതം കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ട്രംപ് തന്നെ വിചാരിക്കേണ്ടി വരുമോ ഇവിടെ ഇനിയിപ്പോൾ എണ്ണ വാങ്ങാൻ ഇനി മറ്റ് കാര്യങ്ങളിലൊക്കെ ഇനി അവിടെ നിന്ന് അനുമതി വാങ്ങേണ്ടി വരുമോ? ട്രംപ് അനുവദിച്ചിട്ടും കാര്യമില്ല ദിവ്യ, അതാണ് അതിന്റെ ഒരു പ്രശ്നം. ട്രംപ് അനുവദിച്ചിട്ട് എണ്ണ കിട്ടണ്ടേ? ഹോർമൂസ് കടലിട്ട് കടച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരണ്ടേ സാധനമില്ല. അതാണ് പണം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. സോ ഇത് ഞാൻ പറഞ്ഞത് 4 ദിവസം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ പട്ടിണിയിലേക്ക് പോകാൻ പോവാണ്. ഭയങ്കര ഗൗരവതരമായ സിറ്റുവേഷനാണ്. നമ്മുടെ ഓർമ്മയുള്ള കാലത്തൊന്നും ഇത്രയും വലിയൊരു ക്രൈസിസ് ഇന്ധനം. ഇനി അടുത്തത് ക്രൂഡ് ഓയിലാണ്. ഇനി വരാൻ പോകുന്ന ക്രൂഡ് ഓയിലിന്റെ പിന്നെ എണ്ണയുടെ പെട്രോളിന്റെ പ്രതിസന്ധിയാണ്. വളരെ വലിയ പ്രശ്നത്തിലേക്കാണ്. ഇറാനിലെ റെജീം ചേഞ്ച് എന്ന് പറഞ്ഞ് ചാടുന്ന ആൾക്കാരെ നമുക്ക് നിറയെ കാണാൻ പറ്റും. അവര് കാണട്ടെ ഇത്. ശരി, എന്തായാലും വല്ലാത്തൊരു പാനിക് സിറ്റുവേഷനിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന ആശങ്കയുണ്ട്. യുദ്ധം ഇനിയും ദിവസങ്ങൾ നീളുകയാണെങ്കിൽ ഇപ്പോൾ സിലിണ്ടറുകൾക്ക് മാത്രമേ ക്ഷാമമുള്ളൂ. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടാതാവുന്ന ഒരു സ്ഥിതി അങ്ങനെ വരാതിരിക്കട്ടെ. എന്തായാലും മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഫലം കാണട്ടെ. സംഘർഷം അധികം വൈകാതെ അവസാനിക്കട്ടെ. അങ്ങനെ നമുക്ക് പ്രത്യാശിക്കാം.